മഞ്ജൂസ് ഫുഡീസ് സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. ക്ലാസിക് നോൺ ബേക്ക് കേക്ക് ആയിട്ടുള്ള തിറാമിസു. അപ്പോൾ തിറാമിസുവിൻ്റെ ഒരു ഫയർലെസ് വേർഷനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അറിയാത്തൊരു പേര് കേട്ട് ഞെട്ടൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം അറിയുന്നുണ്ടായിരിക്കും. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് തൊട്ടടുത്ത് ഷോപ്പിലെല്ലാം പോയാൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. കുറച്ച് ഹാർഡായ റെസിപ്പീസ് ആണെങ്കിൽ പോലും അത് വളരെ സിമ്പിളായ രീതിയിലാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കാറ്. അപ്പോൾ ഇതും അതുപോലെയുള്ളൊരു ഫയർലെസ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ആദ്യം നമുക്ക് തിറാമിസു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 1 കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇനി ഇത് ഒരു ബീറ്റർ യൂസ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഫസ്റ്റ് 1 മിനിറ്റ് നേരം ലോ സ്പീഡിലേക്ക് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം പിന്നെ പതിയെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ യൂസ് ചെയ്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസറിലേക്ക് വെക്കുകയാണെങ്കിൽ ഏതാണ്ട് 1 മാസം വരെ നമുക്കിത് യൂസ് ചെയ്യാം. ഒട്ടും കേടൊന്നും വരത്തില്ല. നമ്മൾ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പം നോൺ ഡയറി അല്ലാത്ത വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളത് ഫിനിഷ് ആക്കിയിരിക്കണം. അതല്ലെങ്കിൽ അത് കേടുവന്ന് പോവും. ഈ ഒരു വിപ്പിംഗ് ക്രീം ഇപ്പോൾ ഇവിടെ മിഡിൽ ഈസ്റ്റിലെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരുപാട് വിപ്പിംഗ് ക്രീം ട്രൈ ചെയ്തിട്ട് കറക്റ്റ് ഒരു നല്ലൊരു തിക്കായിട്ട് നല്ല സ്റ്റിഫായി കിട്ടുന്ന ഒരു വിപ്പിംഗ് ക്രീം ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഇത് മാത്രമാണ്. അതുകൊണ്ടാണ് ആ ഒരു ബ്രാൻഡിനെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും. ഇപ്പോൾ ഞാൻ 1 മിനിറ്റ് നേരം ഇതൊന്ന് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വാനിലയുടെ എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഇത് വീണ്ടും ഒരു 2 മിനിറ്റ് നേരം പതിയെ സ്പീഡ് കൂട്ടി കൊണ്ടുവന്നിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ബീറ്ററൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. പക്ഷെ കൈവച്ച് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ നേരം ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാനിത് ഒരു 3 മിനിറ്റ് നേരം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പോലെ തന്നെ ഇത് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പിൽ നിന്ന് ഇപ്പോൾ പകുതിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഒരു കുറച്ച് സെക്കൻഡ് നേരം ഏതാണ്ട് ഒരു 30 സെക്കൻഡ് നേരം ഇതൊന്ന് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ട് ചേർത്തിട്ട് വീണ്ടും 1 മിനിറ്റ് നേരം വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് മീഡിയം സ്പീഡിലിട്ടിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു പാകത്തിന് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയതിനു ശേഷം മാത്രം ഇത് പുറത്തെടുത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് പുറത്തിരുന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ മെൽറ്റായി പോവും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസ്ക്കറ്റാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മാരി ഗോൾഡിൻ്റെ വീറ്റ് ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഏതെങ്കിലും എയറോറൂട്ട് ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ടൈഗർ ബിസ്ക്കറ്റ് അതല്ലെങ്കിൽ ബ്രിട്ടാനിയയുടെ ഒരു മിൽക്കി ബിസ്ക്കറ്റോ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ക്രീം ബിസ്ക്കറ്റ് അതുപോലെ സോൾട്ട് ബിസ്ക്കറ്റ് ഒന്നും യൂസ് ചെയ്യരുത്. ഇതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള റെസിപ്പിയിൽ യൂസ് ചെയ്യുന്നത് ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ബിസ്ക്കറ്റ് ഉണ്ട്. നമ്മുടെ ഫിംഗർ ഷേപ്പിൽ വരുന്ന കുറച്ച് നീളനെയുള്ള ബിസ്ക്കറ്റാണ്. പക്ഷേ നാട്ടിലൊക്കെ അത് എല്ലായിടത്തും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ലൊരു സ്ട്രോങ് കോഫിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഇൻസ്റ്റൻ്റ് ആയ കോഫി പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ അത് അത്രയും നല്ലതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോഫി പൗഡറിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം കറുവപ്പട്ട പൊടിച്ചിട്ട് അത് അല്പം ചേർത്ത് കൊടുത്താലും മതി. ഇനി കോഫിയുടെ ആ ഒരു ഫ്ലേവർ നല്ലപോലെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടാട്ടോ, കോഫി പൗഡറിൻ്റെ അളവ്. വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കോഫിയുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന ബിസ്ക്കറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളത് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്ന ബൗളിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ പഞ്ചസാര ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ കോഫി സിറപ്പും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിരാമിസു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബൗൾ എടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ എടുത്ത ബിസ്ക്കറ്റ് ഓരോന്നും ഈ കോഫിയുടെ ഈ ഒരു മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം ഇട്ട് വയ്ക്കരുത്, അത് കുതിർന്ന് പോവും. ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളെടുത്തിരിക്കുന്ന ഈ ഒരു ബൗളിലേക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഈ ബൗളൊന്ന് ഫില്ലാവുന്ന രീതിയിൽ എല്ലാ ഭാഗവും അത്യാവശ്യം ഒന്ന് ഫില്ലാവുന്ന രീതിയിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ബൗൾ സ്ക്വയർ ഷേപ്പും ബിസ്ക്കറ്റ് റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ അതുപോലെ ഒന്ന് പൊട്ടിച്ച് വെക്കുന്നു എന്നേ ഉള്ളൂ. മാക്സിമം നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. താഴെ ഒരു ലെയർ ബിസ്ക്കറ്റ്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീം, പിന്നെ വീണ്ടും ബിസ്ക്കറ്റ്, നെക്സ്റ്റ് ലെയറായിട്ട് വീണ്ടും ക്രീം, അങ്ങനെ 4 ലെയറായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ലെയറിൻ്റെ എണ്ണം കൂട്ടുക. അതല്ല എന്നുണ്ടെങ്കിൽ താഴെ മാത്രം ബിസ്ക്കറ്റ് നല്ല കട്ടിയായി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ക്രീം വെച്ച് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് വരികയാണ് വീട്ടിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇത് ശരിക്കും നമ്മൾ ചെയ്തെടുക്കുന്നത് ഗ്ലാസ്സിലാണ്. അതായത് നമ്മൾ ഐസ്ക്രീമൊക്കെ സെർവ് ചെയ്യുന്ന ബൗൾ, അല്ലെങ്കിൽ നമ്മൾ ജാർ കേക്കൊക്കെ ചെയ്തെടുക്കില്ലേ, അതുമാതിരി ചെറിയ ഗ്ലാസ്സുകളിലാണ് ഇത് സെറ്റ് ചെയ്ത് ഓരോ മെമ്പേഴ്സിനും ഓരോ ഗ്ലാസ് എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ, ഒരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് അവർ സെർവ് ചെയ്യുക. ഞാൻ ബിസ്ക്കറ്റ് താഴെ ഒരൊറ്റ ലെയറായിട്ട് ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോറി കേട്ടോ, എൻ്റെ കയ്യിൽ നിന്ന് ആ സമയത്ത് ക്യാമറ ഓഫായി പോയിട്ട് വീഡിയോ മിസ്സായിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ആ വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്തു. വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു തിക്നെസ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ പകുതി വിപ്പിംഗ് ക്രീം ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ളതൊന്നും നമ്മൾ കുഴപ്പമൊന്നുമില്ല, ക്ലീൻ ചെയ്തെടുക്കുകയൊന്നും വേണ്ട. കാരണം വീണ്ടും ബിസ്ക്കറ്റും വീണ്ടും വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ബിസ്ക്കറ്റ് കോഫി സിറപ്പിലേക്ക് മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒന്ന് നിരത്തി വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. തിരാമിസുവിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ മാസ്കർപോണെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചീസ് കൂടിയും മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൻ പുറത്തൊന്നും അത് അവൈലബിൾ ആവണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അതിവിടെ കാണിക്കാത്തത്. ഇപ്പം നമ്മളിവിടെ ക്രീമെല്ലാം ഫുള്ളായിട്ട് ഇവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം ആയത് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു ക്ലീൻ ഡ്രാപ്പ് വെച്ചിട്ട് ഇതുമാതിരി ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. മിനിമം ഒരു 6 മണിക്കൂർ നേരമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസറിലല്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഓവർനൈറ്റ് വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ 6 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുള്ള നമ്മുടെ തിരാമിസു ആണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്പം കൊക്കോ പൗഡർ ഒരു അരിപ്പയിൽ ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ പതിയെ തട്ടി കൊടുത്താൽ മതി, എല്ലാ ഭാഗത്തും കവർ ചെയ്തെടുക്കാം. അങ്ങനെ അതേ നമ്മുടെ തിരാമിസു നല്ല ഡെലീഷ്യസ് ആയ ടേസ്റ്റി ആയിട്ടുള്ള ഫയർലെസ് തിരാമിസു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഫയർലെസ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.